PM ഇന്റേൺഷിപ്പ് അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ധാരണ ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പിനെ കുറിച്ച്. ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വന്നത് അതിന്റെ 2ാം ഘട്ടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2ാം ഘട്ടം അനൗൺസ് ചെയ്യേണ്ടി വന്നത് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് ഇൻഡസ്ട്രികൾക്ക് കിട്ടാത്തത് കൊണ്ടും ഇനി അപേക്ഷിച്ച ആളുകൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ടും വീണ്ടും അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1,25,000 പേരെ ആദ്യഘട്ടത്തിൽ സെലക്ട് ചെയ്ത് ഇന്റേൺഷിപ്പ് കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖങ്ങളായ ഇൻഡസ്ട്രികളിൽ കൊണ്ടുപോയി 12 മാസം ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിക്കുക എന്നതാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷമാണ് ഇത് ആരംഭിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കളെ എംപവർ ചെയ്യാം. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ പ്രത്യേകത എന്താ? ഒരു എക്സ്പീരിയൻസിനെയും സ്കില്ലിനെയും ബേസ് ചെയ്തുകൊണ്ട് ആളുകളെ ഇൻഡസ്ട്രി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ജോബ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ വർക്ക് ചെയ്യാനുള്ള സന്നദ്ധതയും കഴിവുകളും അവരുടെ മേഖലകൾ കൃത്യമായി ഡിഫൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സുവർണാവസരമാണിത്. ഈ സുവർണാവസരം നിർബന്ധമായും ഉപയോഗപ്പെടുത്തണം. ഞാനിത് വീണ്ടും ഇതിനെക്കുറിച്ച് പറയാൻ കാരണം നമ്മുടെ ഒരു സമീപനം, ഈ ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് വളരെ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി കൊണ്ടുവന്ന ഈ പ്രോജക്റ്റിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ഭയങ്കര മോശമായി പോയി എന്നാണ് എനിക്കുള്ള അഭിപ്രായം. പല ആളുകളും ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. നമുക്ക് 5,000 രൂപ സ്റ്റൈപ്പൻഡും തരും, ഒരു 1 ടൈം 6,000 റുപ്പീസും നമുക്ക് തരും. അപ്പൊ 5,000 രൂപ വെച്ച് 12 മാസം നമുക്ക് കമ്പനികളിൽ നമുക്ക് സെലക്ട് ചെയ്യാം മേഖലകൾ, ഏരിയകൾ സെലക്ട് ചെയ്യാം, കമ്പനികൾ സെലക്ട് ചെയ്യാം. അതിനുള്ള സുവർണാവസരങ്ങളുണ്ട്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൊല്ലം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക, അതിന് പൈസയും കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5,000 രൂപ മാത്രം സ്റ്റൈപ്പൻഡ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് താമസ സൗകര്യമോ ഫുഡോ അങ്ങനെ ഒന്നും അറേഞ്ച് ചെയ്യില്ല. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ വാടക കൊടുത്ത് 5,000 രൂപ വാടകയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് വീടൊക്കെ എടുത്ത് നിങ്ങൾക്ക് താമസിക്കാം. ചില സ്ഥാപനങ്ങൾ മിക്കവാറും ചിലപ്പോൾ ഈ സ്റ്റേ കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും കമ്പനികൾക്ക് അനുസരിച്ചുമാണ്. എങ്കിൽ പോലും പൈസ ഇങ്ങോട്ട് കിട്ടി ചെയ്യാൻ പറ്റുന്ന ഇന്റേൺഷിപ്പിന് ഒരു സുവർണാവസരമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത 18 വയസ്സ് മുതൽ 24 വയസ്സ്. ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ 21 വയസ്സ് മുതൽ 24 വയസ്സ് വരെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് യോഗ്യത ഉള്ള ആളുകൾ, +2 യോഗ്യത ഉള്ള ആളുകൾ, ITI ഡിപ്ലോമകൾ, അതുപോലെ തന്നെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, ഐസർ, നൈസർ, IIT, MBBS, NID പഠിച്ച ആളുകൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് കഴിഞ്ഞ ആളുകൾ, ഇവർക്കൊന്നും അത് യോഗ്യതയായിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകൾ ഇവർക്കൊന്നും ഇത് യോഗ്യതയായിട്ട് പരിഗണിക്കുന്നില്ല. അവർ അപേക്ഷിക്കാൻ പാടില്ല, അപേക്ഷിക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി, കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇന്ത്യയിൽ വളരെ പ്രമുഖങ്ങളായ കമ്പനികൾ, 500 പ്രമുഖ കമ്പനികളിലേക്കാണ് ഈ ഇന്റേൺഷിപ്പിന് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് നൽകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് 800 കോടി ചെലവാക്കി വളരെ വിശദമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു സുവർണാവസരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾക്ക് അവർക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രികളുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള പ്രൊഫൈലില് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കേരളത്തിൽ 3251 റിക്വയർമെന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ റെസ്പോൺസ് കുറച്ചുകൂടി കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മലയാളികളോട്, രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ വേറെ ഒന്നിനും പഠിക്കാൻ താല്പര്യമില്ലാത്ത, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സോ പഠിക്കാനുള്ള ഇൻട്രസ്റ്റോ ഇല്ലാത്ത ആളുകൾ, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ITIയും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു അവസരം ശരിക്കും ഉപയോഗപ്പെടുത്താം. അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ ഇത് പ്രത്യേകം കെയർ ചെയ്ത് ഈ ഇന്റേൺഷിപ്പിന് അവരെ കൊണ്ട് അപേക്ഷിക്കണം. വളരെ സിമ്പിൾ ആയ ഒരു പ്രോസസ്സാണിത്. ആ പ്രോസസ്സിന് PM ഇന്റേൺഷിപ്പിന്റെ വെബ്സൈറ്റിൽ കയറുക. കമന്റിൽ ഞാൻ ഇതിന്റെ സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും, ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് പരിശോധിക്കാം. ഈ കേരളത്തിൽ അലോട്ട്മെന്റ് വരുന്ന, ഇന്റേൺഷിപ്പ് വരുന്ന 3250 പോസ്റ്റുകൾ ഉണ്ടല്ലോ, ആ സാധ്യതകൾ SSLC-കാർക്ക് 898, 12th-കാർക്ക് 461, ITI-കാർക്ക് 843, ഡിപ്ലോമ കഴിഞ്ഞ ആൾക്ക് 480, ഡിഗ്രി 1971. ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ
ഈ PM ഇന്റേൺഷിപ്പിൽ വേക്കൻ്റ് ആയിട്ട് ചാൻസുകൾ ഉള്ളത്. മാർച്ച് 12 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2ാം ഘട്ട PM ഇന്റേൺഷിപ്പിൽ നിർബന്ധമായിട്ടും നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുക. കൃത്യമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു ഇൻഡസ്ട്രിയും മേഖലയും ഐഡന്റിഫൈ ചെയ്യാനും കരിയർ ഗ്രോത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഈ ഒരു PM ഇന്റേൺഷിപ്പ് ഉപകരിക്കും. ഞാൻ PM ഇന്റേൺഷിപ്പിനെ കാണുന്നത് എന്താണെന്നറിയോ? ഡിഗ്രി കഴിഞ്ഞ്, 12th കഴിഞ്ഞ്, 10th കഴിഞ്ഞ്, IT കഴിഞ്ഞ്, ഡിപ്ലോമ കഴിഞ്ഞ് എന്തിലേക്ക് പോകണം, എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമാണ്. കാരണം സ്വയം കണ്ടെത്താനും മനസ്സിലാക്കാനും ദെൻ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ്, ഇപ്പൊ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ആളുകൾ ടെക്നിക്കൽ തന്നെയാണോ നല്ലത്, അതല്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻസിലേക്ക് മാറണോ, അല്ല ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അഡ്മിനിസ്ട്രേഷൻ ആണോ, അല്ലെങ്കിൽ ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസും റിസർച്ചുമാണോ, അങ്ങനെ ഒരുപാട് HR, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇത്തരം ഏരിയകളിലെല്ലാം നമുക്ക് ഈ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇന്റേൺഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖമായ കമ്പനികൾ ആയതുകൊണ്ട് ആ ഒരു 12 months ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഭാവി കരിയറിൽ ഉപകാരപ്പെടുകയും ചെയ്യും എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ദയവ് ചെയ്ത് അപേക്ഷിക്കുക. പ്രത്യേകിച്ച് വെറുതെ നടക്കുന്ന കരിയർ ഗ്യാപ്പ് എടുത്ത ആളുകൾ ഈ ഒരു കരിയർ ഗ്യാപ്പിനെയും ഈ ഒരു കരിയർ ബ്രേക്കിനെയും ഇതൊരു ഇന്റേൺഷിപ്പിലൂടെ ഫലപ്രദമാക്കി എടുക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.